ഹായ് ഓൾ, നമ്മൾ ഇന്ന് നമ്മുടെ നീറ്റ് 2025 ഒരു കാറ്റഗറി ബേസ് അനാലിസിസിലേക്ക് പോവാണ്. ഓക്കെ, എക്സാം നമുക്ക് ഇച്ചിരി ഹാർഡായിരുന്നു, എന്നാലും നമ്മുടെ അഡ്മിഷനെ അല്ലെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും, ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെയുള്ള ആകുലതകളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഈ നീറ്റ് സ്കോറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നീറ്റ് അറ്റൻഡ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് നമുക്ക് മെഡിക്കൽ MBBS എന്ന സ്വപ്നം അല്ലേ, ഓൾ ഇന്ത്യ കോട്ടയിലുള്ള സീറ്റുകളുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ സീറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന കാറ്റഗറീസ് റിസർവേഷൻസ് എന്തൊക്കെയാണ്? ഓൾ ഇന്ത്യ കോട്ടയിൽ 50% സീറ്റും ഏകദേശം 8000-ഓളം സീറ്റുകളാണ് ഓൾ ഇന്ത്യ കോട്ട വെച്ചിട്ടുള്ള ഫില്ല് ചെയ്യുന്ന സീറ്റുകൾ. അപ്പോൾ അതിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ഈ പറഞ്ഞ 50% സീറ്റും അൺറിസർവ്ഡ് ആണ്. ഓക്കെ, ഓപ്പൺ മെറിറ്റ് ആണ്, റിസർവേഷൻ ഒന്നുമില്ല. ബാക്കി വരുന്ന 50%-ൽ OBC കാറ്റഗറി 27% ഉണ്ട്. അതുപോലെ EWS കാറ്റഗറിയിൽ 10% റിസർവേഷൻ ഉണ്ട്. SC/ST കാറ്റഗറിയും കൂടി 10% ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ PWD വിഭാഗം എല്ലാ കാറ്റഗറിയിലും 5% വെച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ റിസർവേഷൻ കാറ്റഗറി ഓൾ ഇന്ത്യ കോട്ടയിൽ. അപ്പോൾ ഇതുപോലെയൊക്കെ റിസർവേഷൻ നമ്മുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഈ ഒരു റിസർവേഷൻ കാറ്റഗറീസ് ഉണ്ടെങ്കിലും ഫീസിൽ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറീസിനും ഫീസ് സെയിം ആണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല, അടയ്ക്കേണ്ട ഫീസ് സെയിം ആണ്. അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ MBBS സീറ്റുകൾ എന്ന് പറയുന്നത് 1780 സീറ്റുകളാണ്. ഇതിൽ ചെറിയ വേരിയേഷനൊക്കെ വരാം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ നടക്കുമ്പോൾ അതിൽ റിസർവേഷൻ ഉണ്ട്. അതിൽ 50% സീറ്റുകൾ സ്റ്റേറ്റ് മെറിറ്റാണ്, ഓപ്പൺ മെറിറ്റാണ്. ബാക്കി വരുന്ന റിസർവേഷൻസ് എന്ന് പറയുമ്പം 9% 9% ഈഴവ കാറ്റഗറി, 8% മുസ്ലിം കാറ്റഗറി, പിന്നെ വരുന്ന EWS കാറ്റഗറി ഉണ്ട്, OBC കാറ്റഗറി റിസർവേഷൻ ഉണ്ട്, OEC കാറ്റഗറി റിസർവേഷൻ ഉണ്ട്, SC/ST റിസർവേഷൻ ഉണ്ട്, ധീവര, വിശ്വകർമ്മ, അങ്ങനെ പല റിസർവേഷൻ കാറ്റഗറീസ്. ഇതിലൊരു കാര്യമുണ്ട്, ഈ റിസർവേഷൻ കാറ്റഗറീസ് അഡ്മിഷന് ഉപകരിക്കും, അതുപോലെ തന്നെ ഫീസിലും കാറ്റഗറി ബേസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. കേരള അലോട്ട്മെൻറ്റിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ ഓർത്തിരിക്കുക, SC/ST അതുപോലെ OEC കാറ്റഗറിയിൽപ്പെട്ടവർ അവരുടെ ആനുവൽ ഇൻകം 6 lakhന് താഴെയാണെങ്കിൽ അവർ, ധീവര കാറ്റഗറിയിൽപ്പെട്ടവർ ഇവർക്കൊന്നും ഗവൺമെൻറ് കോളേജിലും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജിലും MBBSന് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ട, ഫീസ് വേണ്ട. ഓക്കെ, മറ്റ് ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങളൊക്കെ വേണം, ചെറിയൊരു ഫീസേ വരത്തുള്ളൂ, അത് ഓർത്തിരിക്കാം. എന്നാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അങ്ങനെ ഫീസിൽ വ്യത്യാസമില്ല, എല്ലാവർക്കും ഫീസ് സെയിം ആണ്. ഇനി നമ്മൾ 2024 കഴിഞ്ഞ നീറ്റ് എക്സാമിലെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അൺറിസർവ്ഡ് കാറ്റഗറി ഓൾ ഇന്ത്യ കോട്ടയിലുള്ള അഡ്മിഷനിൽ ഓൾ ഇന്ത്യ റാങ്ക് 2024 25,000 വരെ റാങ്ക് വന്നവർക്ക്, അതാണ് ഓൾ ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലുള്ള റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 25,000-ന് താഴെ വേണം. ഓക്കെ, ഇപ്പോൾ 25,000 വരെ ഉള്ളവർക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കട്ട് ഓഫ് സ്കോർ എത്രയായിരുന്നു? 652 652. ഓക്കെ, അതുപോലെ OBC കാറ്റഗറിയിലും വലിയ വേരിയേഷൻ ഒന്നുമില്ല. ഓൾ ഇന്ത്യ തലത്തിൽ OBC കാറ്റഗറിയിൽ EWS കാറ്റഗറിയിലൊന്നും വലിയ വേരിയേഷൻ കാണത്തില്ല. അതേസമയം SC/ST വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം ലാസ്റ്റ് സ്കോർ അഡ്മിഷൻ കിട്ടിയ കട്ട് ഓഫ് എന്ന് പറയുന്നത് 540 റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് 1,30,000 SC കാറ്റഗറിക്ക്, അതുപോലെ 1,60,000 സംതിങ് ആണ് ST കാറ്റഗറിക്ക് വന്നേക്കുന്നത്. ഓക്കെ, ഇനിയും 2025 ഈ നീറ്റ് 2025 കഴിഞ്ഞുള്ള ഓൾ ഇന്ത്യ അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ്, യെസ്, അൺറിസർവ്ഡ് കാറ്റഗറി റാങ്കിന് വ്യത്യാസമൊന്നും വരുന്നില്ല. സ്കോർ കണ്ടോ, കഴിഞ്ഞ വർഷം 652 ആയിരുന്നത് ഇക്കൊല്ലം 520 കുറഞ്ഞിരിക്കുക. ഓക്കെ, 520 ഉള്ളവർക്കും ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ. OBC കാറ്റഗറിയിലും അതുപോലെ EWS കാറ്റഗറിയിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. SC/ST കാറ്റഗറിയിൽ നല്ല രീതിയിലുള്ള വേരിയേഷൻ, 420 കട്ട് ഓഫ് വരാം. അതുപോലെ തന്നെ ST കാറ്റഗറിയിൽ 340 കട്ട് ഓഫ് ആയിട്ടൊക്കെ വരാം. ഓക്കെ, ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. എങ്കിലും ഇതാണ് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കട്ട് ഓഫ്. ഇനിയും എയിംസ് എല്ലാവരും ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന അല്ലേ, ഹോസ്റ്റൽ ഫീസ് മാത്രം അല്ലെ, ട്യൂഷൻ ഫീസ് ഏത് കാറ്റഗറിയിൽപ്പെട്ടവർക്കാണെങ്കിലും കാറ്റഗറി ബേസ് അല്ല, അവിടെ അഡ്മിഷൻ കിട്ടുന്ന ഒരാൾക്ക് ഫീസ് വളരെ തുച്ഛമായ ഫീസിൽ പഠിക്കാനായിട്ട് പറ്റും. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 3,700 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ റാങ്ക് കട്ട് ഓഫ്. ഓക്കെ, ഇനി OBC കാറ്റഗറിയിൽ 4,700 വരെയുള്ളവർക്ക് വരെ ആണ് ലാസ്റ്റ് അഡ്മിഷൻ.
ഇനി EWS കാറ്റഗറിയിൽ 5300 ആയിരുന്നു. SC/SC കാറ്റഗറി 45,000, SC 45,000, ST കാറ്റഗറി 60,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ. ഇതിൽ റാങ്കിലൊന്നും വ്യത്യാസം ഈ വർഷവും വരാൻ പോകുന്നില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അതേസമയം നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ 1780 സീറ്റുകളിലേക്ക് അതിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 676 ആയിരുന്നു. ഓൾ ഇന്ത്യ 652 ആയിരുന്നെങ്കിൽ കേരളത്തിലെ അഡ്മിഷൻ കട്ട് ഓഫ് 676 ആയിരുന്നു. ഗവൺമെൻറ് സീറ്റിലേക്ക് ഈഴവ കാറ്റഗറിയിൽ കേരള റാങ്ക് 2450 ആയിരുന്നു ലാസ്റ്റ് അഡ്മിഷൻ. അതേസമയം മുസ്ലിം കാറ്റഗറിയിൽ 2500, EWS കാറ്റഗറിയിൽ 3300, OEC കാറ്റഗറിക്കുള്ള പ്രത്യേകത 6 ലക്ഷത്തിൽ താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ ഫീസ് ഇല്ല. അത് ഗവൺമെൻറ് കോളേജുകളിലെ ലാസ്റ്റ് റാങ്കാണ് 4000. അതേസമയം 10,000 സംതിങ് ഒക്കെയാണ് പ്രൈവറ്റ് കോളേജുകളിൽ, അവിടെ അഡ്മിഷൻ കിട്ടും, ഫീസ് കൊടുക്കണ്ട, ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട. SC/STയിൽ ലാസ്റ്റ് റാങ്ക് വന്നത് 1,14,000 to 22,000 ആണ് കേട്ടോ. 14,000 to 22,000 ഇനിയും 2025 കട്ട് ഓഫ്, കേരളത്തിലെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് 540 കഴിഞ്ഞ വർഷത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്കോർ കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈഴവയിലേക്കും മുസ്ലിം കാറ്റഗറിയിലൊക്കെ പെട്ടവർക്ക് അതിലും കുറഞ്ഞ സ്കോർ മതി. ഇനിയും SC/SC കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 350 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അത് ഇനിയും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ 2024 സ്കോറുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടേ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ 2025 കട്ട് ഓഫ് ശരിക്കും കുറയുകയാണ്. റാങ്കിങ്ങിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരാനായിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്തു. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കോറ് വരുന്നില്ലായിരിക്കാം, പക്ഷെ 1% പോലും നിങ്ങളുടെ സ്വപ്നത്തെയോ, നിങ്ങൾ സ്വപ്നം കണ്ട കോഴ്സിനെയോ, നിങ്ങൾ സ്വപ്നം കണ്ട കോളേജിലേക്കുള്ള അഡ്മിഷനെ അത് 1% പോലും പ്രതികൂലമായിട്ട് ബാധിക്കത്തില്ല. അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.